ഹായ് ഫ്രണ്ട്സ്, ITR ഫയലിംഗ് എങ്ങനെ നടത്താം എന്ന എൻ്റെ ഈ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വളരെ എളുപ്പത്തിൽ നമുക്ക് തന്നെ ഇത് ചെയ്യാമെന്നിരിക്കെ നമ്മളിൽ പലരും മറ്റുള്ളവരുടെ സഹായം തേടുകയാണ് പതിവ്. ഈ വീഡിയോ പൂർണ്ണമായിട്ടും കാണൂ. നിങ്ങൾക്ക് തന്നെ വളരെ എളുപ്പത്തിൽ നിങ്ങളുടെ ITR ഫയലിംഗ് നടത്തി ഈ വെരിഫിക്കേഷൻ നടത്താൻ വേണ്ടി സാധ്യമാകും. ഒരു സെർച്ച് എഞ്ചിൻ ഓപ്പൺ ചെയ്ത് അതിൽ ITR ഫയലിംഗ് എന്ന് ടൈപ്പ് ചെയ്ത് സെർച്ച് കൊടുക്കുന്നു. ഈ ഫയലിംഗ് ഹോം പേജ് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് ഗവൺമെന്റ് എന്ന് നമുക്ക് കാണാം. ഈ ലിങ്കിൽ നാം ക്ലിക്ക് ചെയ്യുമ്പോൾ ITR ഫയലിംഗ് ഹോം പേജിലേക്ക് നമ്മൾ എത്തുന്നു. ഇവിടെ നമുക്ക് കണ്ടിന്യൂ ടു ഹോം പേജ് കൊടുത്ത് മെയിൻ പേജിലേക്ക് പ്രവേശിക്കാം. ഇവിടെ നാം 3 ഓപ്ഷൻസ് ആണ് കാണുന്നത്. ഒന്ന്, ന്യൂ ടു ഫയലിംഗ്. നേരത്തെ ഫയലിംഗ് രജിസ്റ്റർ ചെയ്യാത്തവർക്ക് ഇവിടെ ക്ലിക്ക് ചെയ്ത് പുതുതായി രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. ഇവിടെ ഇൻഡിവിജ്വൽ സെലക്ട് ചെയ്ത് കണ്ടിന്യൂ കൊടുക്കുന്നു. ഇവിടെ പാൻ നമ്പർ, നമ്മുടെ പേര്, ഡേറ്റ് ഓഫ് ബർത്ത്, റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ഇവ നൽകിക്കൊണ്ട് നമുക്ക് കണ്ടിന്യൂ കൊടുക്കാം. നേരത്തെ ITR രജിസ്ട്രേഷൻ നടത്തിയവർക്ക് രജിസ്റ്റേർഡ് യൂസർ എന്ന മെനുവിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് പാൻ നമ്പർ, യൂസർ നെയിമും നാം നൽകിയ പാസ്വേഡും ഇവിടെ തന്നിരിക്കുന്ന കോഡും നൽകിക്കൊണ്ട് ലോഗിൻ ചെയ്യാവുന്നതാണ്. ഇവിടെ ഫയലിംഗ് ഓഫ് ഇൻകം ടാക്സ് റിട്ടേൺ എന്ന മെനുവിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് ഫയലിംഗിലേക്ക് പ്രവേശിക്കാം. മെനു ബാറിൽ ധാരാളം ഓപ്ഷൻസ് നമുക്ക് ഇവിടെ കാണാൻ വേണ്ടി കഴിയും. ഫയലിംഗ് ഓഫ് ഇൻകം ടാക്സ് റിട്ടേൺ എന്നതിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് ഫയലിംഗിലേക്ക് പ്രവേശിക്കാം. നമ്മുടെ പാൻ നമ്പർ ഓൾറെഡി അവിടെ നമുക്ക് കാണാം. അസസ്മെന്റ് ഇയർ 2020-21 സെലക്ട് ചെയ്യുന്നു. ITR ഫോം നമ്പർ ITR 1 സെലക്ട് ചെയ്യണം. ഫയലിംഗ് ടൈപ്പ് ഒറിജിനൽ സെലക്ട് ചെയ്യുക. സബ്മിഷൻ മോഡ് പ്രിപ്പയർ ആൻഡ് സബ്മിറ്റ് ഓൺലൈൻ സെലക്ട് ചെയ്യുക. സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അടുത്ത വിൻഡോയിലേക്ക് പ്രവേശിക്കുന്നു. ഇവിടെ നമ്മുടെ ബാങ്ക് അക്കൗണ്ട് വാലിഡേറ്റ് ചെയ്യേണ്ടതുണ്ട്. നമുക്ക് ഇൻകം ടാക്സ് റീഫണ്ട് ഉണ്ടെങ്കിൽ ഇത് ആവശ്യമാണ്. ബാങ്ക് അക്കൗണ്ട് ക്ലിക്ക് ചെയ്ത് കണ്ടിന്യൂ കൊടുക്കുന്നു. ഇവിടെ അഗ്രി കൊടുത്തു കണ്ടിന്യൂ കൊടുക്കുന്നു. ഇപ്പോൾ തുറന്നു വന്നിരിക്കുന്ന പേജിൽ നമുക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല. ഒന്ന് വായിച്ചു നോക്കാം. പൊതുവായ നിർദ്ദേശങ്ങളാണ് ഇവിടെ കാണുന്നത്. ഇവിടെ നെക്സ്റ്റ് പേജിലേക്ക് പോകാനുള്ള ആരോ ക്ലിക്ക് ചെയ്യാം. ജനറൽ ഇൻസ്ട്രക്ഷൻ വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് നെക്സ്റ്റ് പേജിലേക്ക് പോകാൻ ഇവിടെ ഈ ആരോ മാർക്ക് ക്ലിക്ക് ചെയ്യാം. ഇവിടെ പാർട്ട് എ ഇൻഫർമേഷൻ ആണ്. നമ്മെ സംബന്ധിച്ച ഇൻഫർമേഷൻസ് ഒക്കെ ഇവിടെ ഉണ്ടാവും. നാം നേരത്തെ കൊടുത്ത ഇൻഫർമേഷൻ ആണ്, അതുകൊണ്ട് എങ്കിലും ഒന്ന് വായിച്ചു നോക്കുക. ഇവിടെ നേച്ചർ ഓഫ് എംപ്ലോയ്മെന്റ് ഇവിടെ നമുക്ക് സെലക്ട് ചെയ്യേണ്ടതുണ്ട്. സെൻട്രൽ ഗവൺമെന്റ്, സ്റ്റേറ്റ് ഗവൺമെന്റ് എന്താണോ വേണ്ടത് നമുക്കിവിടെ സെലക്ട് ചെയ്യാം. അടുത്തതായിട്ട് ഡ്യൂ ഡേറ്റിന് മുമ്പെയാണ് ഫയലിംഗ് നടത്തുന്നതെങ്കിൽ ഇവിടെ 139(1) ഇതാണ് സെലക്ട് ചെയ്യേണ്ടത്. മറ്റ് ഓപ്ഷൻസുകളും ഇവിടെ ലഭ്യമാണ്. ഈ വർഷം പുതുതായി വന്ന ഒരു മാറ്റം ഇവിടെയാണ്. ഒന്നാമത്തേത്, കഴിഞ്ഞ ഒരു വർഷ കാലയളവിൽ 1 കോടി രൂപയ്ക്ക് മുകളിലുള്ള ട്രാൻസാക്ഷൻ ബാങ്കിൽ നടന്നിട്ടുണ്ടോ എന്നതാണ് ചോദ്യം. ഈ 3 ചോദ്യങ്ങൾക്ക് ആൻസർ ചെയ്യാനുള്ള കോളങ്ങൾ ആക്റ്റീവ് ആവണമെങ്കിൽ മേലെ നമ്മൾ യെസ് കൊടുക്കണം. അങ്ങനെ ഉള്ളവർക്ക് ഇവിടെ യെസ് കൊടുക്കാം. രണ്ടാമതായി, വിദേശ യാത്ര നടത്തി 2 ലക്ഷത്തിൽ കൂടുതൽ ചെലവഴിച്ചിട്ടുണ്ടോ എന്നതാണ്. മൂന്നാമത്തേത്, 1 ലക്ഷത്തിന് മുകളിൽ ഇലക്ട്രിസിറ്റി ബിൽ അടച്ചിട്ടുണ്ടോ എന്നതാണ്. ഈ 3 ചോദ്യങ്ങൾ ഈ വർഷം പുതിയതായി ഉൾപ്പെടുത്തിയതാണ്. ഇല്ലാത്തവർക്ക് നോ കൊടുത്ത് മുമ്പോട്ട് പോകാം. ഇനി നമുക്ക് അടുത്ത പേജിലേക്ക് പോകാനുള്ള ആരോ ക്ലിക്ക് ചെയ്യാം. ഇവിടെയാണ് ഈ വർഷത്തെ ഇൻകം ഡിഡക്ഷൻ എന്നിവ നാം അപ്ഡേറ്റ് ചെയ്യേണ്ടത്. ഇവിടെ അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടി ഏപ്രിൽ മാസം നാം ഓഫീസിൽ നൽകിയിരിക്കുന്ന ഇൻകം ടാക്സ് സ്റ്റേറ്റ്മെന്റ് കരുതിയിരിക്കണം. 2019-20 വർഷം നൽകിയ ഇൻകം ടാക്സ് സ്റ്റേറ്റ്മെന്റ് ആണിത്. ഈ സ്റ്റേറ്റ്മെന്റ് നോക്കിയാണ് ബാക്കി ഭാഗം നമ്മൾ ഫിൽ ചെയ്യേണ്ടത്. ഈ ഫയലിംഗ് ആരംഭിച്ചു കഴിഞ്ഞാൽ ഇടയ്ക്കിടെ നമ്മൾ സേവ് ഡ്രാഫ്റ്റ് കൊടുത്തുകൊണ്ടേയിരിക്കണം. സ്റ്റേറ്റ്മെന്റിൽ കാണിച്ചിരിക്കുന്ന ഗ്രോസ് എമൗണ്ട് ആണ് ഇവിടെ നാം നൽകേണ്ടത്. B1-ൽ ബിയും സിയും
പൊതുവെ നമുക്ക് ഇല്ലാത്തതുകൊണ്ട് ആ കാര്യത്തിലേക്ക് കിടക്കുന്നില്ല. നെക്സ്റ്റ്, നാച്ചർ ഓഫ് എക്സംപ്റ്റ് അലവൻസ്. ഇവിടെ ഇത്തരം ഈ ഓപ്ഷൻസിൽ നമുക്ക് എന്തെങ്കിലും എക്സംഷൻ ഉണ്ടെങ്കിൽ നമുക്കതവിടെ കാണിക്കാവുന്നതാണ്. ഇവിടെ ഗ്രോസ് സാലറി അടിച്ചു കഴിഞ്ഞാൽ തുടർന്ന് വരുന്ന കോളങ്ങൾ ഓട്ടോമാറ്റിക് ആയിട്ട് ഇവിടെ ഫില്ലാവും. സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ 50,000 രൂപ. പിന്നീട് പ്രൊഫഷണൽ ടാക്സ് ഉണ്ടെങ്കിൽ അത് നമ്മൾ അടിച്ചു കൊടുക്കണം. അതേപോലെ എന്റർടൈൻമെന്റ് അലവൻസും നാം അടിച്ചു കൊടുക്കണം. അത് ഉള്ളവർ മാത്രം. 50,000 രൂപ നമ്മുടെ സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ ആണ്. 2,500 പ്രൊഫഷണൽ ടാക്സ് ആണ്. അപ്പോൾ അതേപോലെ എന്റർടൈൻമെന്റ് അലവൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. അങ്ങനെ 52,500 ആണ് ഇവിടെ നമുക്ക് ആകെ ഡിഡക്ഷൻ ആയിട്ട് വരുന്നത്. അടുത്തത് നമ്മുടെ ടൈപ്പ് ഓഫ് ഹൗസ് പ്രോപ്പർട്ടി ആണ്. അത് അനുയോജ്യമായത് സെലക്ട് ചെയ്യുക. തുടർന്ന് വരുന്ന ഈ കോളങ്ങൾ നമ്മെ ബാധിക്കുന്നവ മാത്രം അറ്റൻഡ് ചെയ്യുക. ഇൻകം ഫ്രം അതർ സോഴ്സ് ആണ് B3. ഇവിടെ സെലക്ട് ചെയ്ത് നമുക്ക് ഏതൊക്കെ കാണും. ഇൻട്രസ്റ്റ് ഫ്രം സേവിംഗ് അക്കൗണ്ട്, സേവിംഗ് അക്കൗണ്ടിലെ ഇൻട്രസ്റ്റിന്, അതേപോലെ ഇൻട്രസ്റ്റ് ഫ്രം ഡെപ്പോസിറ്റ് ബാങ്ക്, പോസ്റ്റ് ഓഫീസ് അവിടെയൊക്കെ ഡെപ്പോസിറ്റ് ചെയ്തത്, ഇൻട്രസ്റ്റ് ഫ്രം ഇൻകം ടാക്സ് റീഫണ്ട്, ഫാമിലി പെൻഷൻ എന്നിയതാണ്. ഏതാണെങ്കിൽ നമുക്ക് മറ്റ് ഏതെങ്കിലും സോഴ്സിൽ നിന്നുള്ള ഇൻകം ഉണ്ടെങ്കിൽ അതിവിടെ മെൻഷൻ ചെയ്യണം. മേൽ പറഞ്ഞ ഡിഡക്ഷൻസ് എല്ലാം കഴിച്ചുള്ള ടോട്ടൽ നെറ്റ് ഇൻകം ആണ് B4. ഇത് കൂടാതെ സാധാ എംപ്ലോയീസിന് 1,50,000 രൂപ അവർ ഡെപ്പോസിറ്റ് ചെയ്ത തുക നമുക്ക് വീണ്ടും ഡിഡക്ട് ചെയ്യാവുന്നതാണ്. അതേപോലെ NPS ഉള്ള ജീവനക്കാർക്ക് 1,50,000 കൂടുതലുള്ള തുക പരമാവധി 50,000 രൂപ വരെ വീണ്ടും ഡിഡക്ട് ചെയ്യാവുന്നതാണ്. 80C പ്രകാരം നമുക്ക് 1,50,000 രൂപ ഡിഡക്ട് ചെയ്യാം. നമ്മുടെ ഇൻകം ടാക്സ് സ്റ്റേറ്റ്മെന്റ് പ്രകാരമാണ് ഈ എമൗണ്ട് നൽകേണ്ടത്. പരമാവധി 1,50,000 രൂപ. ശ്രദ്ധിക്കുക, ഇവിടെ നമ്മുടെ സ്റ്റേറ്റ്മെന്റിൽ ഗ്രോസ് ഡിഡക്ഷൻ അണ്ടർ സെക്ഷൻ 80C കാണിച്ചിരിക്കുന്ന എല്ലാ ഡിഡക്ഷൻസും അത് എത്ര ഉണ്ടെങ്കിലും 1.5 ലക്ഷം മാത്രമേ നമുക്ക് അവിടെ കാണിക്കാൻ വേണ്ടി സാധ്യമാവുകയുള്ളൂ. അതാണ് നമ്മൾ അവിടെ കാണിച്ചത്. ഇവിടെ മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇവിടെ പുതുതായിട്ട് ഈ വർഷം ഉൾപ്പെടുത്തിയിരിക്കുന്ന ഒരു ഓപ്ഷനാണിത്. വെദർ യു ഹാവ് മെയ്ഡ് എനി ഇൻവെസ്റ്റ്മെന്റ് ഡെപ്പോസിറ്റ് പേയ്മെന്റ് ബിറ്റ്വീൻ 1/4/2020 to 30/6/2020 ഫോർ ദ പർപ്പസ് ഓഫ് ക്ലെയിമിംഗ് എനി ഡിഡക്ഷൻ അണ്ടർ പാർട്ട് B ഓഫ് ചാപ്റ്റർ VIA. അതായത് നമ്മുടെ ഈ ലോക്ക്ഡൗൺ പീരീഡ് കാലത്ത് ടാക്സ് ഇളവ് ലഭിക്കാൻ വേണ്ടി എന്തെങ്കിലും ഡെപ്പോസിറ്റ് നടത്തിയിട്ടുണ്ടോ എന്നാണ് ഉദ്ദേശിക്കുന്നത്. അത്തരം നിക്ഷേപങ്ങൾ ഉള്ളവർക്ക് ഇവിടെ യെസ് എന്ന് കൊടുക്കാം. യെസ് എന്ന് കൊടുത്താലും ഇവിടെ നമുക്കൊന്നും കാണാൻ കഴിയില്ല. ഏറ്റവും മേലെ നമുക്ക് ഷെഡ്യൂൾ D1 എന്ന് കാണാം. അവിടെ ഷെഡ്യൂളിൽ പോയിട്ട് അതിന്റെ ഡീറ്റെയിൽസുകൾ നൽകേണ്ടതാണ്. അടുത്തതായി 80CC-D1. ഇവിടെ NPS ഉള്ളവർക്ക് 1.5 ലക്ഷം ഡെപ്പോസിറ്റിൽ കൂടുതലുണ്ടെങ്കിൽ 1.5 ലക്ഷം വരെ ഇവിടെ കാണിച്ചു. 1.5 ലക്ഷത്തിൽ കൂടുതലുണ്ടെങ്കിൽ ആ കൂടുതലുള്ള തുക പരമാവധി 50,000 രൂപ വരെ ഇവിടെ വീണ്ടും കാണിക്കാവുന്നതാണ്. ഇവിടെ NPS സ്കീം ഉള്ളവർക്കാണ് 80CC-D1, 80CC-D1B എന്നീ കോളങ്ങളും അതേപോലെ 80CC-D2 കോളങ്ങളെല്ലാം ബാധകമാകുന്നത്. നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം 80CC-D1B മാത്രമേ ഉള്ളൂ. എന്ന് പറഞ്ഞാൽ 1.5 ലക്ഷം രൂപയാണ് നമ്മൾ ഇവിടെ കാണിക്കുന്നത്. അദ്ദേഹം NPSലേക്ക് 1,85,000 രൂപ അടച്ചിട്ടുണ്ടെങ്കിൽ ആ ബാക്കിയുള്ള 35,000 രൂപ നമുക്ക് ഇവിടെ കാണിക്കാം. അത് പരമാവധി 50,000 രൂപ വരെ കാണിക്കാം. എന്ന് പറഞ്ഞാൽ ടോട്ടൽ ഇദ്ദേഹത്തിന് 2 ലക്ഷം രൂപ വരെ ഇങ്ങനെ കാണിക്കാൻ വേണ്ടി പറ്റും. അത് കാണിക്കേണ്ടത് 80CC-D2 80CC-D1B കാണിക്കേണ്ടത്. ഈ വർഷം പുതുതായി നിലവിൽ വന്ന മറ്റൊരു മാറ്റമാണ് 80D ഡിക്ലറേഷൻ. നമ്മൾ സാധാരണ ഇവിടെ എമൗണ്ട് മാത്രം അടിച്ചു കൊടുക്കാറാണ് പതിവ്. ഈ വർഷം അതിന് പ്രത്യേക ഷെഡ്യൂൾ ഏർപ്പെടുത്തിയിരിക്കുന്നു. നമ്മുടെ ഹെൽത്ത് ഇൻഷുറൻസുമായി ബന്ധപ്പെട്ട ഹെൽത്ത് മെഡി ക്ലെയിമുകൾ പ്രത്യേക ഷെഡ്യൂളിലേക്ക് മാറ്റിയിരിക്കുന്നു. അത് ഇവിടെ ക്ലിക്ക് ചെയ്താൽ നമ്മളെ ഷെഡ്യൂളിലേക്ക് പ്രവേശിക്കും. അവിടെ നമുക്ക് വേണ്ട കോളങ്ങൾ മാത്രം ഫില്ല് ചെയ്ത് നമ്മുടെ മെഡിക്ലെയിം രേഖപ്പെടുത്താവുന്നതാണ്. ശ്രദ്ധിക്കുക, 80DD മെയിൻ്റനൻസ് ഇൻക്ലൂഡിംഗ് മെഡിക്കൽ ട്രീറ്റ്മെന്റ് ഓഫ് എ ഡിപെൻഡൻസ് ഹു ഈസ് പേഴ്സൺ വിത്ത് ഡിസബിലിറ്റി.
ഡിസബിലിറ്റി ഉള്ള ആളുകൾക്ക് മെഡിക്കൽ ട്രീറ്റ്മെന്റ് ചിലവഴിച്ച തുകയ്ക്കുള്ളതാണ്. അത് 2 ഓപ്ഷൻ ഉണ്ട്. ഡിപെൻഡന്റ് പേഴ്സൺ വിത്ത് ഡിസബിലിറ്റി, ഡിപെൻഡന്റ് പേഴ്സൺ വിത്ത് സിവിയർ ഡിസബിലിറ്റി. 80% മേലെയുള്ളതാണ് സിവിയർ ഡിസബിലിറ്റി. അതിൽ കുറവാണെങ്കിൽ 1ാമത്തെ ഓപ്ഷൻ തിരഞ്ഞെടുക്കുക. അത്തരം തുക നമ്മൾ ചിലവഴിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിവിടെ കാണിക്കാവുന്നതാണ്. നെക്സ്റ്റ് 80DDB, മെഡിക്കൽ ട്രീറ്റ്മെന്റ് ഓഫ് സ്പെസിഫൈഡ് ഡിസീസ്. അത് ചില പ്രത്യേക രോഗങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ആ രോഗങ്ങൾക്കുള്ള ട്രീറ്റ്മെന്റ് സെൽഫ് ഡിപെൻഡോ അല്ലെങ്കിൽ സെൽഫ് ഡിപെൻഡ് സീനിയർ സിറ്റിസൺ. അത് നമുക്ക് അങ്ങനെ ഉണ്ടെങ്കിൽ അത് സെലക്ട് ചെയ്യുക, അല്ലെങ്കിൽ അത് നമുക്ക് ഒഴിവാക്കാം. അതേപോലെ മറ്റൊരു ഡിഡക്ഷന് 80E ആണ്. ഇൻട്രസ്റ്റ് ഓൺ ലോൺ ടേക്കൺ ഫോർ ഹയർ എഡ്യൂക്കേഷൻ. നമ്മൾ എഡ്യൂക്കേഷൻ ലോൺ എടുത്തിട്ടുണ്ടെങ്കിൽ അതിൽ വരുന്ന ഇൻട്രസ്റ്റ് നമുക്കിവിടെ കാണിച്ച് നമുക്കതിൽ നിന്ന് ടാക്സിൽ നിന്ന് ഇളവ് നേടാം. അതുപോലെ ഇൻട്രസ്റ്റ് ഓൺ ലോൺ ടേക്കൺ റെസിഡൻഷ്യൽ ഹൗസ് പ്രോപ്പർട്ടി, ഹൗസിംഗ് ലോണിന് എടുത്തിരിക്കുന്ന. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. മെഡിക്ലെയിം, ഹെൽത്ത് ഇൻഷുറൻസ് കാര്യങ്ങൾ അപ്ലോഡ് ചെയ്യും. 80D, മെഡിക്ലെയിമുകൾ എൻ്റർ ചെയ്യാനുള്ള കോളമാണിത്. മെഡിക്ലെയിമുകൾ കഴിഞ്ഞ വർഷങ്ങളിൽ നാം ഇവിടെ തന്നെയാണ് ചേർത്തിരുന്നത്. എന്നാൽ ഈ വർഷം മുതൽ അതിന് പുതിയ ഷെഡ്യൂൾ ഏർപ്പെടുത്തിയിരിക്കുന്നു. ഇവിടെ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഷെഡ്യൂളിലേക്ക് പ്രവേശിക്കാം. ഷെഡ്യൂൾ 80D ഇപ്പോൾ നമുക്ക് ഇവിടെ കാണാം. നമ്മുടെ മെഡിക്ലെയിമുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽസ് ഇവിടെ എൻ്റർ ചെയ്ത് വീണ്ടും നമുക്ക് ഹോം പേജിലേക്ക് തിരിച്ചു വരാവുന്നതാണ്. 80DD ആണ് അടുത്തത്. ഡിസബിലിറ്റി ഉള്ള ആളുകൾക്ക് വേണ്ടി ചെലവഴിച്ച മെഡിക്കൽ തുകയാണ് ഇവിടെ നമുക്ക് എൻ്റർ ചെയ്യാവുന്നത്. ഡിസബിലിറ്റി 80% കൂടുതലാണെങ്കിൽ സിവിയർ എന്ന ഓപ്ഷൻ നൽകാവുന്നതാണ്. 80DDB ആണ് അടുത്തത്. ചില പ്രത്യേക രോഗങ്ങൾക്കുള്ള മെഡിക്കൽ ട്രീറ്റ്മെന്റിന് വേണ്ടി ചെലവഴിച്ച തുക ഇവിടെ രേഖപ്പെടുത്താവുന്നതാണ്. 80E ആണ് അടുത്തത്. വിദ്യാഭ്യാസ വായ്പ എടുത്ത തുകയുടെ ഇൻട്രസ്റ്റ് നമുക്കിവിടെ രേഖപ്പെടുത്താം. അടുത്തത് 80EE, നമ്മുടെ ഹൗസിംഗ് ലോൺ ഇൻട്രസ്റ്റ് രേഖപ്പെടുത്താനുള്ള കോളമാണ്. വീഡിയോ പോസ്റ്റ് ചെയ്ത് നിങ്ങൾക്കൊന്ന് വായിച്ചു നോക്കാവുന്നതാണ്. അടുത്തത് 80EA ആണ്. ഇത് ചില പ്രത്യേക കാലയളവിൽ വീടിന് വേണ്ടി ലോൺ എടുത്തവർക്കുള്ള ഒരു ആനുകൂല്യമാണ്. ഇലക്ട്രിക്കൽ വാഹനങ്ങൾ വാങ്ങാൻ വേണ്ടി എടുത്ത വായ്പയുടെ പലിശ ചേർക്കാനുള്ള കോളമാണ് 80EEB. 80G ആണ് അടുത്തത്. 80G പൂരിപ്പിക്കാൻ ഇവിടെ ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ അതിന്റെ ഷെഡ്യൂളിലേക്ക് നമുക്ക് എത്തിച്ചേരാം. 10 ഗഡുക്കളായി സാലറി ചലഞ്ചിൽ പങ്കെടുത്തവർക്ക് 4 ഗഡുക്കൾ ഈ വർഷത്തെ ITRൽ രേഖപ്പെടുത്താവുന്നതാണ്. ഡോണി, ചീഫ് മിനിസ്റ്റേഴ്സ് ഡിസാസ്റ്റർ ഫണ്ട്, അഡ്രസ് ഗവൺമെന്റ് ഓഫ് കേരള, സിറ്റി തിരുവനന്തപുരം, സ്റ്റേറ്റ് കേരള, പിൻകോഡ് 695001, പാൻ ഓഫ് ഡോണി AAAGD 0584M, ഡൊണേഷൻ ഇൻ അതർ മോഡ് എന്ന സ്ഥലത്ത് എമൗണ്ട് കാണിക്കുക. അപ്പോൾ ഈ കോളങ്ങളൊക്കെ ഫില്ലായിട്ട് വരും. ഇവ എൻ്റർ ചെയ്ത് കഴിഞ്ഞ് വീണ്ടും നമുക്ക് ഡാറ്റ ഫിൽ ചെയ്യുന്ന കോളത്തിലേക്ക് തിരിച്ചു പോകാം. അടുത്തത് 80GG, റെന്റ് പെയ്ഡ് എന്ന് കാണാം. ഇത് സാധാരണ എംപ്ലോയീസിന് ബാധകമല്ല. HR ലഭ്യമല്ലാത്ത ചില പ്രത്യേക കേസുകളാണ് ഇത് ബാധകമാവുന്നത്. 80GGA ആണ് അടുത്തത്. ആ പ്രത്യേക സ്കീം പ്രകാരം ഡൊണേഷൻ നൽകിയവർക്ക് ഇവിടെ ക്ലിക്ക് ചെയ്ത് അതിന്റെ ഷെഡ്യൂളിൽ പോയി ആ എമൗണ്ട് നൽകാവുന്നതാണ്. നെക്സ്റ്റ് 80GGC, ഡൊണേഷൻ ടു പൊളിറ്റിക്കൽ പാർട്ടിയാണ്. ദേശീയ അംഗീകാരമുള്ള പാർട്ടികൾക്ക് നൽകുന്ന ഡൊണേഷൻ നമുക്കിവിടെ നിശ്ചിത രേഖകൾ കയ്യിലുണ്ടെങ്കിൽ ഇവിടെ കാണിക്കാവുന്നതാണ്. നെക്സ്റ്റ് 80TTA, സേവിംഗ് ബാങ്ക് അക്കൗണ്ടിലുള്ള ഇൻട്രസ്റ്റ് ആണ്. നെക്സ്റ്റ് 80TTB ആണ്. ഇത് മുതിർന്ന പൗരന്മാരുടെ ഡെപ്പോസിറ്റിനുള്ള ഇൻട്രസ്റ്റ് രേഖപ്പെടുത്താനുള്ള കോളമാണ്. ഡിസബിലിറ്റി ഉള്ള ആളുകൾക്ക് അവരുടെ ബാങ്ക് ഇൻട്രസ്റ്റ് രേഖപ്പെടുത്താനുള്ള കോളമാണിത്. അത് സെൽഫ് വിത്ത് ഡിസബിലിറ്റി, സെൽഫ് വിത്ത് സിവിയർ ഡിസബിലിറ്റി 2 ഓപ്ഷൻ ഉണ്ട്. നമ്മുടെ ഡിഡക്ഷൻസ് എല്ലാം ഇപ്പോൾ ചെയ്തു കഴിഞ്ഞു. ഇനി താഴെ നമ്മുടെ ടാക്സ് എത്രയാണ് വരുന്നത് എന്ന് നമുക്ക് കാണാം. ടോട്ടൽ എമൗണ്ട്
5 ലക്ഷം വരെയാണെങ്കിൽ 12,500 വരെ ടാക്സ് റിബേറ്റ് ഉണ്ട്. 12,500 കൂടിയാൽ മാത്രമേ നമ്മൾ ടാക്സ് അടയ്ക്കേണ്ടതുള്ളൂ. ITR ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇടയ്ക്കിടെ നമ്മൾ സേവ് ഡ്രാഫ്റ്റ് കൊടുത്തുകൊണ്ടേയിരിക്കും. ഇനി നമുക്ക് പ്രിവ്യൂ ആൻഡ് സബ്മിറ്റ് കൊടുത്തുകൊണ്ട് നമ്മുടെ ഈ ഫയലിംഗ് സബ്മിറ്റ് ചെയ്യാവുന്നതാണ്. പക്ഷെ അതിനു മുമ്പ് നമുക്ക് മറ്റു പേജുകളൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുന്നത് നല്ലതാണ്. പേര്, ഫാദറിന്റെ പേര്, സെലക്ട് മൂന്ന് സെൽഫ്, സ്ഥലം, ഇതെല്ലാം കൊടുത്ത് ചെയ്യാം. ഇവിടെ സബ്മിറ്റ് ചെയ്യാം. അതിന്റെ പുറമെ നമുക്കത് ഈ വെരിഫിക്കേഷൻ നടത്തേണ്ടതുണ്ട്. അങ്ങനെ സബ്മിറ്റ് ചെയ്ത ഫോം നമുക്കിവിടെ പ്രിന്റ് ചെയ്യാവുന്നതാണ്. അത് ഈ വെരിഫിക്കേഷൻ നമ്മൾ പിന്നീട് കൊടുത്താൽ മതി. ഈ വീഡിയോ അല്പം ദീർഘമായി പോയി, അതുകൊണ്ട് ഈ വെരിഫിക്കേഷൻ എങ്ങനെ നടത്താം എന്ന് മറ്റൊരു വീഡിയോ ഉടൻ തന്നെ തയ്യാറാക്കുന്നതാണ്. പ്രിവ്യൂ വായിച്ച് ബോധ്യപ്പെട്ട് നമ്മൾ സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ഈ വെരിഫിക്കേഷൻ എങ്ങനെ വേണമെന്ന ഓപ്ഷൻസ് ഉണ്ട്. ITR ഫയൽ ചെയ്ത് 120 ദിവസങ്ങൾക്കകം ഈ വെരിഫിക്കേഷൻ നടത്തുകയോ ഇതിന്റെ കോപ്പി ബാംഗ്ലൂരുവിലേക്ക് അയക്കുകയോ ചെയ്യാം എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അത് കൊടുത്തുകൊണ്ട് നമുക്ക് ഈ ഫയലിംഗ് പൂർത്തിയാക്കാം. ക്ഷമിക്കണം, ഈ വീഡിയോ ദീർഘിച്ചു പോയതുകൊണ്ടാണ് ഈ വെരിഫിക്കേഷൻ ഇവിടെ ഉൾപ്പെടുത്താൻ കഴിയാതെ പോയത്. ഉടൻ തന്നെ ഒരു ചെറിയ വീഡിയോ എങ്ങനെ ഈ വെരിഫിക്കേഷൻ നടത്താം എന്ന പേരിൽ ഇറക്കുന്നതാണ്. ഓക്കെ.